അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിവേഴ്സിൻ്റെ നാഥൻ എന്ന വിഷയത്തിൽ ചെയ്യുന്ന വീഡിയോ പരമ്പരയുടെ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. യൂണിവേഴ്സ് എന്താണ്? അതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ ആത്മീയ ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളിലൊന്നാണ് യൂണിവേഴ്സ്. പലരും യൂണിവേഴ്സിനെ കേൾക്കുന്ന, പ്രതികരിക്കുന്ന, നൽകുന്ന ഒരു ശക്തിയായി സംസാരിക്കുന്നു. മനുഷ്യൻ്റെ ചിന്തകൾക്ക് യൂണിവേഴ്സ് മറുപടി നൽകുന്നു എന്നും ആഗ്രഹങ്ങളെ അത് സാക്ഷാത്കരിക്കുന്നു എന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിശ്വാസത്തിനു മുമ്പ് ചോദിക്കേണ്ട ഒരു ലളിതമായ ചോദ്യമുണ്ട്. യൂണിവേഴ്സ് യഥാർത്ഥത്തിൽ എന്താണ്? യൂണിവേഴ്സ് എന്നത് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സമയവും സ്ഥലവും ഊർജവും വസ്തുവുമെല്ലാം ചേർന്ന ഒരു വലിയ സമുച്ചയമാണ്. അതിന് ഒരു തുടക്കമുണ്ട്. അത് സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു. വികസിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്ന ഒന്നാണ് യൂണിവേഴ്സ്. തുടക്കം ഉണ്ടായതും മാറ്റങ്ങൾക്ക് വിധേയമായതുമായ ഒന്നിന് ദൈവത്തിൻ്റെ സ്ഥാനമുണ്ടാകാൻ കഴിയില്ല. ദൈവം സൃഷ്ടിക്കപ്പെടുന്നതല്ല, സൃഷ്ടിക്കുന്നവനാണ്. യൂണിവേഴ്സിന് ബോധമില്ല, അതിന് കേൾക്കാൻ ചെവികളില്ല, മനസ്സിലാക്കാൻ ബുദ്ധിയില്ല, തീരുമാനമെടുക്കാൻ ഇച്ഛാശക്തിയുമില്ല. അത് നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ആ നിയമങ്ങൾ പോലും യൂണിവേഴ്സ് സ്വയം സൃഷ്ടിച്ചതല്ല, അവ അതിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. നിയമങ്ങൾക്ക് കീഴിൽ നിൽക്കുന്ന ഒന്നിന് നിയമം നിർണയിക്കുന്ന അധികാരമുണ്ടാകില്ല. ഇസ്ലാമികമായി നോക്കുമ്പോൾ യൂണിവേഴ്സ് ഒരു ഉത്തരമല്ല, ഒരു അടയാളമാണ്. അത് മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കേണ്ട ഒരു സൂചന മാത്രമാണ്. സൃഷ്ടാവിലേക്കുള്ള വഴി മാത്രമാണ്. ചിലർ കരുതും പോലെ യൂണിവേഴ്സ് സൃഷ്ടാവല്ല. അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യനോട് യൂണിവേഴ്സിനെ നോക്കി ചിന്തിക്കാൻ പറയുന്നത്. എന്നാൽ പ്രത്യേകം ഓർക്കുക, ഇസ്ലാമിൽ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പറയുന്നില്ല. ഇന്നത്തെ മനുഷ്യൻ യൂണിവേഴ്സിനെ ദൈവസ്ഥാനത്ത് ഇരുത്തുന്നത് യാദൃശ്ചികമല്ല. യൂണിവേഴ്സിനോട് ചോദ്യം ചെയ്യാം എന്ന് അവന് തോന്നുന്നു. അവിടേക്ക് ആജ്ഞകൾ നൽകാമെന്ന് അവൻ കരുതുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അർഹിക്കുന്നു എന്ന ഭാഷ യൂണിവേഴ്സിനോട് പറയൽ എളുപ്പമാണ്. എന്നാൽ അള്ളാഹുവിനോട് അങ്ങനെ പറയാൻ വിനയം വേണം, കീഴടങ്ങൽ വേണം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പതുക്കെ ദൈവത്തിൻ്റെ പകരക്കാരനാകുന്നത്. യൂണിവേഴ്സ് നൽകുന്നില്ല, അത് എത്തിച്ചേരുന്ന വഴിയാക്കാം. മഴ നൽകുന്നത് ആകാശമല്ല, മഴ ആകാശത്തിലൂടെ ഇറങ്ങുന്നു എന്ന് മാത്രം. കാരണങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. യൂണിവേഴ്സ് കാരണങ്ങളുടെ ശൃംഖലയാണ്, തീരുമാനമെടുക്കുന്ന കേന്ദ്രമല്ല. കാരണക്കാരനെ ദൈവമാക്കുമ്പോഴാണ് മനുഷ്യൻ വഴിതെറ്റുന്നത്. യൂണിവേഴ്സിനെ ശരിയായ സ്ഥാനത്ത് വെക്കുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണ അവസാനിക്കും. മനുഷ്യൻ ഇതുവരെ സംസാരിച്ചത് സൃഷ്ടിയോടാണ് എന്നും സൃഷ്ടാവിനോടല്ല എന്നും അവൻ തിരിച്ചറിയും. അവിടെ നിന്നാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്. യൂണിവേഴ്സ് ദൈവമാകുന്നത് അവസാനിക്കുന്നിടത്താണ് അള്ളാഹുവിനെ ദൈവമായി തിരിച്ചറിയുന്ന വിശ്വാസം ആരംഭിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ശക്തി എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടി പറയാം. യൂണിവേഴ്സിന് ശക്തിയില്ലെന്ന് പറയുന്നത് ശരിയല്ല. യൂണിവേഴ്സിന് ശക്തിയുണ്ട്, പക്ഷേ ആ ശക്തി സ്വതന്ത്രമല്ല. അത് സ്വന്തമായി തീരുമാനമെടുക്കുന്ന ശക്തിയുമല്ല. യൂണിവേഴ്സിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളും അതിനകത്ത് സ്ഥാപിക്കപ്പെട്ട സംവിധാനങ്ങളാണ്. അവ നിയന്ത്രിതമാണ്, പരിമിതമാണ്, നിയമങ്ങൾക്ക് വിധേയമാണ്. യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് ചില നിശ്ചിത നിയമങ്ങളിലൂടെയാണ്. ഗുരുത്വാകർഷണം, ചലനം, സമയം, കാരണ ഫലബന്ധം, ഊർജത്തിൻ്റെ പരിവർത്തനം, ഇവയെല്ലാം യൂണിവേഴ്സിൻ്റെ പ്രവർത്തന രീതികളാണ്. ഒരു വസ്തു താഴേക്ക് വീഴുന്നു, ഒരു വിത്ത് മണ്ണിൽ വീണാൽ മുളയ്ക്കുന്നു, ഒരാൾ പരിശ്രമിച്ചാൽ ഫലത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നു. മനുഷ്യൻ ഇതൊക്കെ ചേർത്ത് യൂണിവേഴ്സിൻ്റെ ശക്തി എന്ന് വിളിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇവ ശക്തികളല്ല, പ്രവർത്തിക്കുന്ന ക്രമങ്ങളാണ്. ഈ നിയമങ്ങൾ യൂണിവേഴ്സ് സ്വയം സൃഷ്ടിച്ചതല്ല, അവ അതിൽ സ്ഥാപിക്കപ്പെട്ടതാണ്.
നിയമങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നിന് നിയമം മാറ്റാനുള്ള അധികാരമുണ്ടാകില്ല. ഗുരുത്വാകർഷണം ഒരാളെ രക്ഷിക്കാനും മറ്റൊരാളെ നശിപ്പിക്കാനും തീരുമാനിക്കുന്നില്ല. അത് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതുപോലെ യൂണിവേഴ്സിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്നു. ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യൂണിവേഴ്സിന് ഇഷ്ടമില്ല, വെറുപ്പില്ല, കരുണയില്ല, പ്രതികാരമില്ല, അതിന് ബോധമില്ല. ഇന്നത്തെ ആത്മീയ ഭാഷയിൽ പറയുന്നത് പോലെ യൂണിവേഴ്സ് നമ്മുടെ ചിന്തകൾക്ക് പ്രതികരിക്കുന്നു എന്ന ആശയം യാഥാർത്ഥ്യമല്ല. യൂണിവേഴ്സ് ചിന്തകളെ മനസ്സിലാക്കുന്നില്ല, പക്ഷേ മനുഷ്യൻ്റെ ചിന്തകൾ അവൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നു. ആ പ്രവൃത്തികൾ കാരണങ്ങളാകുന്നു, ആ കാരണങ്ങൾ വഴി ഫലങ്ങളുണ്ടാകുന്നു. ഈ ശൃംഖലയാണ് പലരും യൂണിവേഴ്സ് പ്രതികരിച്ചു എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ അവൻ കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിക്കും. ആ സ്ഥിരത അവനെ പുതിയ വഴികൾ കാണാൻ സഹായിക്കും. ആ വഴികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ വിജയമുണ്ടാകാം. അപ്പോൾ അവൻ പറയുന്നത് യൂണിവേഴ്സ് സഹായിച്ചു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്: അവൻ്റെ മനസ്സ് പ്രവൃത്തിയെ മാറ്റി. ആ മാറ്റം അവൻ്റെ തീരുമാനങ്ങളെയും ശ്രമത്തെയും ശക്തമാക്കി. ആ ശ്രമം കാരണങ്ങളെ സൃഷ്ടിച്ചു. ആ കാരണങ്ങളാണ് അവനെ ഫലത്തിലേക്ക് എത്തിച്ചത്. ഈ മുഴുവൻ പ്രക്രിയ യൂണിവേഴ്സിൻ്റെ സംവിധാനങ്ങളിലൂടെയാണ് നടന്നത് എന്നത് ശരിയാണ്. പക്ഷേ ഈ സംവിധാനങ്ങളെ സൃഷ്ടിച്ചതും അവയെ പ്രവർത്തിപ്പിക്കുന്നതും ഫലം അനുവദിക്കുന്നതും യൂണിവേഴ്സല്ല, അള്ളാഹുവാണ്. യൂണിവേഴ്സിൻ്റെ നാഥൻ എന്ന വിഷയത്തിൻ്റെ തുടർച്ച 3ാമത്തെ ഭാഗം കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.